ഹലോ ഫ്രണ്ട്സ്, മലപ്പുറം ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റിയാണ് കേട്ടോ. സൈഡിലൂടെ വർക്ക് വരുന്ന നല്ല അടിപൊളി ഷാൾ നൈറ്റിയാണ്. കഴുത്തിൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ച് കൂടും, 365 രൂപ വരും കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷാളും ഏകദേശം അതുപോലെ തന്നെ ജസ്റ്റ് നല്ല സൈഡിലൂടെ മാത്രമാണ് വർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ മെലിഞ്ഞുള്ള ആൾക്കാരൊക്കെ ഷേപ്പാക്കുന്ന സമയത്ത് അത് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് കമൻറ്റിലൂടെ വരെ പറയുന്നുണ്ട് മെസ്സേജ് എടുത്ത് നോക്കുന്നില്ല എന്നൊക്കെ. പക്ഷേ എനിക്ക് മാക്സിമം എനിക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന മാതിരിയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നമ്മളേക്ക് റീറ്റെയിലായിട്ട് കച്ചവടം നടത്തുന്ന ഒരുപാട് റീറ്റെയിലായിട്ട് വരുന്നത്, അതായത് നേരിട്ട് വന്ന് എടുക്കുന്ന പർച്ചേസിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരെ ഡീൽ ചെയ്യണം. അതുപോലെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാക്കിങ് ചെയ്യണം. അതുപോലെ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യണ്ടേ. അതുകൊണ്ടാണ് കേട്ടോ. കാരണം എനിക്ക് മാക്സിമം ഞാനിതിൽ മെനക്കെട്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മനസ്സെത്തുന്നിടത്ത് എൻ്റെ ശരീരം എത്തിപ്പെടാൻ പറ്റണില്ല. അതാണ് വിഷയം കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കരുത്. കാരണം ഒരുപാട് പേര് കമൻറ്റിലൂടെ വരെ പറയുന്നുണ്ട്. കറക്റ്റാണ്. എനിക്ക് കുറേ മെസ്സേജ് പെൻഡിങ് ഉണ്ട്. 2-3 ദിവസത്തെ മെസ്സേജായിട്ട് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. കാരണം ഞാൻ ഓൺലൈനിൽ ഇരുന്നിട്ട് ചിലപ്പോൾ 2-3-4 മണിക്കൂർ ഒരുമിച്ച് ഇരുന്നിട്ട് ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മളൊരാളെ വെക്കുക എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണല്ല മാനേജ് ചെയ്യുന്നത്. അപ്പം പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആളെ വെച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആളെ വെക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു സീസണിലാണ് ഭയങ്കര തിരക്ക് വരിക. അപ്പോൾ ഈ ഒരു സീസണിൽ മാത്രം നമ്മളൊരാളെ വെച്ചിട്ട് പിന്നെ അവരോട് നമ്മൾ ഇനി വരണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് വിചാരിച്ചിട്ടാണ്. അപ്പം പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ പെരുന്നാളിൻ്റെ സീസൺ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ ഓൺലൈനിലായിട്ടുള്ള പാർസൽ ഏകദേശം നമ്മൾ ബുധനാഴ്ച വരെ അയക്കുള്ളൂ കേട്ടോ. ബുധനാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അയക്കൂല. ബുധനാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പെരുന്നാൾക്ക് വേണ്ടിയിട്ടുള്ള അതായത് ഓർഡർ എനിക്ക് തരരുത് കേട്ടോ. കാരണം എനിക്ക് അയക്കാൻ പറ്റില്ല. അയച്ചാലും നിങ്ങൾക്ക് തിങ്കളാഴ്ചയാണല്ലോ പെരുന്നാൾ. അപ്പോൾ തിങ്കളാഴ്ചൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് സാധനം എത്തൂല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം നേരിട്ടുള്ള, അതായത് നമ്മൾ എടുത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഞായറാഴ്ച ഓർഡർ ചെയ്താലും നമുക്ക് ഞായറാഴ്ച വൈകുന്നേരമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം. അതല്ലാണ്ട് നമ്മൾ പോസ്റ്റ് വഴി അയക്കുന്ന സമയത്ത് നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് കാര്യമില്ല, അവിടെ എത്തൂല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ബുധനാഴ്ച വരെയുള്ള ഓർഡർ, ബുധനാഴ്ചയല്ല നാളെ വരെയുള്ള ഓർഡർ നമ്മൾ എടുക്കുകയുള്ളൂ. ബുധനാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് കാര്യമല്ല. ബുധനാഴ്ചയാണ് നമ്മൾ ലാസ്റ്റ് പാർസൽ അയക്കുക, പെരുന്നാൾക്കുള്ളത് കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും എടുക്കാം, അത് കുഴപ്പമില്ല. പക്ഷേ പെരുന്നാൾക്കുള്ള ഓർഡറാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റിയാണ്. പ്രിൻ്റൊന്നുമല്ല, നൈറ്റിമേൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ്. അതുകൊണ്ട് തന്നെ പോവുമോ, കളർ ഇളകുമോ, അങ്ങനത്തെ ഒരു വിഷയവും വേണ്ട. എപ്പോഴും അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നത് കേട്ടോ. കഴുത്തിൽ വർക്ക് വരുന്നത് കൊണ്ട് തന്നെ റേറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പം ഹോൾസെയിലായാലും ചെറിയ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഫോട്ടോസൊന്നും നമുക്ക് ഗ്രൂപ്പിലേക്കൊന്നും അയക്കാൻ പറ്റുന്നില്ല. പേഴ്സണലായിട്ട് വന്നിട്ട് നമ്മൾ ഉള്ള പീസുകൾ നമുക്ക് കാണിച്ചു തരാം. ഏകദേശം സ്റ്റോക്ക് തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത നൈറ്റീസുകളെല്ലാം ഏകദേശം സ്റ്റോക്ക് തീർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരരുത് കേട്ടോ. കാരണം ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. അവൈലബിൾ ആയിട്ടുള്ള ഷാൾ നൈറ്റിൻ്റെ പിക്ക് ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുപോലെ തന്നെ നാളത്തെ ഓർഡറും കൂടി എടുക്കുകയുള്ളൂ, പെരുന്നാൾ വരെയുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കില്ല. കാരണം ഓർഡർ എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് തിങ്കളാഴ്ചൻ്റെ മുന്നേ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം റീറ്റെയിൽ കച്ചവടമൊക്കെ ആണെങ്കിൽ വന്നോളൂ. അല്ലാണ്ട് ഹോൾസെയിലായിട്ട് എടുക്കാനെന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ വരണ്ട കേട്ടോ. അതുപോലെ തന്നെ നേരിട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ സ്റ്റോക്ക് പൊതുവേ കുറവാണ്. ദൂരത്തുനിന്നൊന്നും വരണ്ട. എടുത്തുനിന്നുള്ള ആൾക്കാർക്ക് സ്വന്തം, അതായത് പെരുന്നാളിന് ഇടാൻ വേണ്ടിയിട്ടോ സ്വന്തം യൂസിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്നെടുക്കാം. അതല്ലാതെ റീസെല്ലേഴ്സിന് അല്ലെങ്കിൽ ഹോൾസെയിലായിട്ടൊക്കെ എടുക്കാനൊന്നും താല്പര്യമുള്ള ആൾക്കാർ നേരിട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് വളരെ കുറവാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ചതിൻ്റെ ഏകദേശം സെയിം മോഡലാണ്. സൈഡിലൂടെ വർക്ക് വരുന്നൊരു മോഡലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. എനിക്കിത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം മെസ്സേജ് അയച്ചിട്ട് എന്താ കാര്യം, റിപ്ലൈ തരുന്നില്ലല്ലോ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. കാരണം എനിക്ക് സിറ്റുവേഷൻസ് അനുസരിച്ചാണ്. എന്നാലും ഞാൻ മാക്സിമം നോക്കാം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നോളൂ. ഞാൻ എല്ലാവർക്കും ഒരുമിച്ച് ഞാൻ റിപ്ലൈ തരും എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എനിക്ക് കഴിയുന്ന കോലത്തിലൊക്കെ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കും കേട്ടോ. ഏകദേശം സ്റ്റോക്ക് തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടെന്ന് പറയും. ചില ആൾക്കാർക്ക് എനിക്കതും പറയാൻ പറ്റുന്നില്ല. നിങ്ങളെൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം
അതിൻ്റെ ഏകദേശം അതായത് കളർ ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക. പിന്നെ ഇത് സൈസ് വരുന്നത് 56 ഇഞ്ചിലാണ് ലെങ്ത്ത് വരുന്നത്. വെടുത്ത് 48 ഇഞ്ചാണ്. സ്ലീവ് 14-15 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇതിൻ്റെ ഇടയിൽ. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് അതിൻ്റെ കളർ ചേഞ്ചുകളാണ്. ഇത് ബ്ലാക്ക് അല്ല, ഒരു കാപ്പി വയലറ്റ്, ഒരു കാപ്പിയൊക്കെ ആയിട്ടുള്ളൊരു കളറില്ലേ, ആ കളറിലാണ് വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഷാളും ഇതിൻ്റെ ഏകദേശം സെയിം മോഡൽ തന്നെയാണ് വരുന്നത് കേട്ടോ. സൈഡിലൂടെ വർക്ക് വരുന്ന ഒരു മോഡലാണ് വരുന്നത്. അപ്പം ഇങ്ങനത്തെ മോഡൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അടുത്തെന്ന് പറയുമ്പോൾ കൈത്തിൽ വർക്കൊന്നുമില്ല. നമ്മൾ കുറേ മുന്നേ, അതായത് കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു 2 മാസം മുന്നേ നമ്മൾ സ്റ്റോക്ക് വന്നൊരു മോഡലായിരുന്നു. ഇപ്പോൾ ഇത് റീസ്റ്റോക്ക് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉള്ളവരാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഷാള് വരുന്നത് ഈ ഒരു മോഡലിലാണ് വരുന്നത്. ഇത് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ളൊരു ഇതാണ് കേട്ടോ, സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം. ഒരുപാട് പേര് അന്ന് നമ്മളോട് ചോദിച്ചപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് പേർക്ക്. അപ്പം അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ മെസ്സേജിന് റിപ്ലൈ തന്നിട്ടില്ലെങ്കിലും റിപ്ലൈ തരാം കേട്ടോ. കാരണം എനിക്ക് ചിലപ്പോൾ ഇന്ന് റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല. അപ്ലോഡ് ചെയ്യുന്ന ദിവസം ചിലപ്പോൾ പിറ്റേന്നൊക്കെ ആയിരിക്കും റിപ്ലൈ തരിക. ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല. അർജൻറ്റ് കോളാണെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ തരാം, അതിലേക്ക് വിളിച്ചാൽ മതി. അല്ലാണ്ട് ഈ നമ്പറിലേക്ക് എന്നെ വിളിക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാൽ മതി, ഞാൻ നോക്കിക്കോളാം. പിന്നെ നിങ്ങൾ സാധനം സ്റ്റോക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച ഉടനെ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യരുത്. സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതിയിട്ടാ. കാരണം നമ്മൾ ഉറപ്പില്ലാണ്ട് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇല്ലെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്ത് തരണമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് ഉണ്ടെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അഡ്രസ്സ് കറക്റ്റായിട്ട് അയക്കുക. നമ്മൾ പോസ്റ്റ് വഴിയാണ് കൂടുതലും അയക്കുക. അപ്പം അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നതെല്ലാം. നിങ്ങൾക്ക് സെറ്റ് വൈസ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക, സിംഗിൾ പീസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. പിന്നെ ഇതൊറ്റ സെറ്റേ ഉള്ളൂ കേട്ടോ, ഡബിൾ സെറ്റ് അങ്ങനെയൊന്നുമില്ല, ഒറ്റ സെറ്റേ ഉള്ളൂ. അപ്പോൾ ആരാണോ ആദ്യം സ്ക്രീൻഷോട്ട് അയക്കുന്നത് അവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും